ലേണിംഗ് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 4ാം ക്ലാസ്സിൽ LSS സ്കോളർഷിപ്പ് ഉണ്ടല്ലേ, അപ്പോൾ അതിന് നമുക്ക് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് EVSലെ ആദ്യത്തെ ചാപ്റ്ററാണ് വയലും വനവും. അപ്പം അതിൽ വരുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് അനുകൂലനം. അപ്പം അനുകൂലനത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം അനുകൂലനം എന്താണെന്ന് നോക്കാം അല്ലേ. നമുക്കറിയാം, കുട്ടികൾക്ക് അറിയുമായിരിക്കും, എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് അനുകൂലനം. അതായത് ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട്, എല്ലാ ജീവികളും ഒരുപോലെയാണോ? അല്ല, ഓരോ ജീവികൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ടല്ലേ. അതുപോലെ തന്നെയുള്ള അങ്ങനെയുള്ള സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾക്കാണ് എന്തെന്ന് പറയുന്നത്? അനുകൂലനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നമുക്ക് ഈ EVS എക്സാമിന് ചോദിക്കുന്നതാണ്. സ്ഥിരമായിട്ട് കുറച്ച് ജീവികളുടെ സവിശേഷതകൾ തരും, എന്നിട്ട് ഇത് ഏത് ജീവിയെക്കുറിച്ചാണ്, കുറച്ച് അനുകൂലനങ്ങൾ തന്നിട്ട് ഇത് ഏത് ജീവിയെക്കുറിച്ചാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ജീവികളുടെ അനുകൂലനങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. നമുക്ക് ആദ്യത്തേതായിട്ട് നോക്കാം. അതായത് എണ്ണമയമുള്ള തൂവലുകൾ, പിന്നെന്താ, വെള്ളത്തിൽ നിന്നും അതുപോലെ ചെളിയിൽ നിന്നുമൊക്കെ ഇര തേടാൻ സഹായിക്കുന്ന പരന്ന ചാലുകളോട് കൂടിയ കൊക്ക്, അതുപോലെ തന്നെ ചർമ്മബന്ധിതമായ വിരലുകളോട് കൂടിയ കാലുകൾ. ഇതൊക്കെ ആരുടെ പ്രത്യേകതയാണ്? നിങ്ങൾക്കറിയാം, താറാവല്ലേ. താറാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീടുകളിലൊക്കെ വളർത്തുന്നതാണല്ലേ. അപ്പോൾ താറാവിൻ്റെ പ്രത്യേകതകളാണ് എന്തൊക്കെ? ഈ എണ്ണമയമുള്ള തൂവലുകൾ, അതുപോലെ വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നൊക്കെ ഇര തേടാൻ. നമുക്കറിയാം, ചെളിയിലൊക്കെ ഉണ്ടാവില്ലേ താറാവ് ഇങ്ങനെ പോയിട്ട് കൊത്തുന്ന കാണാം നമുക്ക്. അപ്പം അതിനുള്ള സഹായിക്കുന്ന കൊക്കുകളാണ്. അതുപോലെ തന്നെ ചർമ്മബന്ധിതമായിട്ട് വിരലുകൾ, അതിൻ്റെ വിരലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. അങ്ങനെയുള്ള കാലുകളാണ്. അപ്പോൾ ഇതൊക്കെ ആരുടെ പ്രത്യേകതയാണ്? താറാവിൻ്റെയാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം പരുന്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ. നമ്മൾ എന്ത് ചെയ്യും? ആ കോഴിക്കുട്ടികളൊക്കെ അല്ലേ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പൊത്തി വെക്കാൻ പറയും, ഇല്ലെങ്കിൽ പരുന്ത് വന്നിട്ട് എന്താവും? റാഞ്ചിക്കൊണ്ട് പോകുമെന്ന് പറയൂലേ, അമ്മമാർ പറയാറില്ലേ. അപ്പം എന്തൊക്കെയാ പരുന്തിൻ്റെ പ്രത്യേകതകളെന്ന് നോക്കാം. എങ്ങനെയുള്ള വളഞ്ഞു മൂർച്ചയുള്ള കൊക്കുകളാണ് ആർക്കുള്ളത്? പരുന്തിനുള്ളത്. അതുപോലെ തന്നെ ഇരയെ കോർത്ത് പിടിക്കുന്നതിന് കൂർത്ത് വളഞ്ഞു മൂർച്ചയേറിയ നഖങ്ങളോട് കൂടിയ കാലുകളാണ് ആർക്കുള്ളത്? പരുന്തിനുള്ളത്. അതായത് ഇങ്ങനെ റാഞ്ചി കൊണ്ടുപോകണ്ടേ, അപ്പം അത്രയും നല്ല നഖങ്ങളായിരിക്കും, മൂർച്ചയേറിയ നഖങ്ങളായിരിക്കും ആർക്കുണ്ടാവുക? പരുന്തിനുണ്ടാവുക. ഇനി വളരെ ഉയരെ നിന്നും ഇരയെ കാണാനുള്ള കഴിവുണ്ട് പരുന്തിന്. നല്ല ഉയരത്തിലാണ് പരുന്ത് പറക്കുക അല്ലേ. കൂട്ടുകാരുണ്ടോ ഇങ്ങനെ മുകളിൽ കൂടെ പറക്കുന്നത്? സാധാരണ പക്ഷികളെ പോലെ താഴ്ന്ന് പറക്കാറില്ല നമ്മളെ പരുന്ത്. അപ്പം ദൂരെ നിന്നും, അപ്പം അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം, താഴെ ഇരയെ കാണാനുള്ള കഴിവുണ്ടാർക്ക്? പരുന്തിന്. അടുത്തത് നോക്കുന്നത് നമ്മൾ തവളയെക്കുറിച്ചാണ്. തവള നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള ഒന്നാണല്ലേ തവള എന്ന് പറയുന്നത്. തവളയുടെ പ്രത്യേകതകൾ നോക്കാം. വെള്ളത്തിൽ തുഴഞ്ഞ് സഞ്ചരിക്കാൻ ചർമ്മബന്ധിതമായ പാദങ്ങളുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ്? വഴുവഴുപ്പുള്ള ശരീരമാണ് ആർക്കുള്ളത്? തവളയ്ക്കുള്ളത്. ഇനി കരയിലും വെള്ളത്തിലും ശ്വസിക്കാൻ പറ്റും അല്ലേ. കരയിലാണെങ്കിൽ എങ്ങനെയാണ് തവള ശ്വസിക്കുക? കരയിലാവുമ്പം ശ്വാസകോശം വഴിയാണ് ശ്വസിക്കുന്നത്. എന്നാൽ വെള്ളത്തിലായിരിക്കുമ്പോഴോ അതിൻ്റെ സ്കിന്ന്, ത്വക്ക് വഴിയാണല്ലേ തവള ശ്വസിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആരുടെ? തവളയുടെ അനുകൂലനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓരോന്നും കഴിയുമ്പോൾ എന്ത് ചെയ്യുക? പഠിക്കുക, എഴുതി വെക്കുക, എന്നിട്ടത് പഠിക്കുക, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക? വീഡിയോ കാണുക. അടുത്താണ് മുതല. മുതല നിങ്ങൾക്കറിയാം, ജലസഞ്ചാരത്തിന് അനുയോജ്യമായിട്ടുള്ള ആകൃതിയാണ് ആർക്കുള്ളത്? മുതലയ്ക്കുള്ളത്. പിന്നെ തുഴഞ്ഞ് സഞ്ചരിക്കാൻ നീളമുള്ള വാലുണ്ടല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ടാവൂലേ മുതലേനെ. ഒന്നെങ്കിൽ നമ്മൾ സൂവിൽ പോയിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഓരോരോ ചാനലുകൾ കണ്ടിട്ടുണ്ടാവൂലേ. അതുപോലെ തന്നെ കരയിൽ നടക്കാൻ കഴിയുന്ന കാലുകളാണ് ആർക്കുള്ളത്? മുതലയ്ക്കുള്ളത്. ഇതൊക്കെയാണ് മുതലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് പരിചിതമായ ഒന്നാണ് എന്ത്? മത്സ്യമല്ലേ, മീൻ. നമുക്ക് നന്നായിട്ട് അറിയാം. ഇനി നിങ്ങൾക്ക് മീനൊക്കെ വാങ്ങുമ്പോൾ പോയി നോക്കി നോക്കുക, എങ്ങനെയാണ് മീനിൻ്റെ ശ്വസിക്കുന്നതിൻ്റെ പ്രത്യേകത ഏത് വഴിയാണെന്നൊക്കെ നോക്കുക. എന്ത് ചെയ്യുക? മീൻ വരുമ്പോൾ നിങ്ങൾക്ക് മീൻ വീട്ടിൽ വാങ്ങുമ്പോൾ നന്നായിട്ട് നോക്കുക കേട്ടോ. അതായത് എങ്ങനെയാണ് മീനിൻ്റെ ആകൃതി ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവുക, രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയാണല്ലേ നമ്മുടെ മീനിനുണ്ടാവുക. പിന്നെ ജലത്തിന്, അതാണ് എന്ത്? ജലത്തിൽ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായിട്ടുള്ള ചിറകുകളുണ്ട്. പിന്നെ വെള്ളത്തിൽ ശ്വസിക്കുന്നതിന് ചെകിളപ്പൂക്കളാണുള്ളത്. ആ ചെകിളപ്പൂക്കൾ നിങ്ങൾ ഇനി മീൻ വാങ്ങുമ്പോൾ എന്ത് ചെയ്യുക? നോക്കി നോക്കുക ചെകിളപ്പൂക്കൾ. അതാണ് ശ്വസിക്കുന്നതിന് സഹായിക്കുന്നത് മീനിനെ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജീവികളുടെ സവിശേഷതകൾ. ഇനിയും കൂടുതലുണ്ട്, കൂടുതൽ എക്സാമ്പിളുകൾ ടീച്ചർ ഇടും. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ ജീവികളെക്കുറിച്ച് പറഞ്ഞു, ഇതുപോലെ തന്നെ ജലസസ്യങ്ങളുണ്ടല്ലേ, അതിനും ഓരോരോ അനുകൂലനങ്ങളുണ്ട്. കരയിൽ നിൽക്കുന്ന സസ്യങ്ങൾ പോലെ തന്നെയാണോ വെള്ളത്തിലുണ്ടാകുന്ന സസ്യങ്ങൾ? അല്ല, അതിന് രണ്ടിനും എന്ത്
എന്ത് ചെയ്യും, ഓരോരോ പ്രത്യേകതകളുണ്ട്. കരയിൽ ജീവിക്കുന്ന വളരുന്ന സസ്യങ്ങൾ എന്ത് ചെയ്യും, കുറേ വെള്ളത്തിലൊക്കെ നിന്ന് പോയി എന്തെങ്കിലും ചീഞ്ഞു പോകും അല്ലേ. പക്ഷേ വെള്ളത്തിൽ തന്നെയുള്ള സസ്യങ്ങൾ അങ്ങനെയാവുന്നുണ്ടോ, ചീഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിനെന്തോ പ്രത്യേകതകളുണ്ട്, കുറച്ച് അനുകൂലനങ്ങൾ കൂടുതലായിട്ടുണ്ടല്ലേ. അപ്പോൾ ആ അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇലയുടെ പരന്ന ആകൃതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ജലത്തിലുള്ള സസ്യങ്ങളുടെയൊക്കെ അല്ലെ, ആമ്പലിൻ്റെ താമരേൻ്റെയൊക്കെ കണ്ടിട്ടില്ലേ, പരന്ന ആകൃതിയായിരിക്കും അതിൻ്റെ ഇലയുടെ. അതുപോലെ തന്നെ പൊള്ളയായിട്ടുള്ള കാണ്ടായിരിക്കും, അതിൻ്റെ തണ്ട് അല്ലേ, പൊള്ളയായിട്ടായിരിക്കും ഉണ്ടാവുക. ഇതെന്ത് ചെയ്യും, ആ സസ്യത്തെ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സഹായിക്കും. അതുപോലെ തന്നെ ഇലയിലും തണ്ടിലും ഒരു മെഴുകു പോലുള്ള ആവരണം കാണാം. അതാണ് എന്ത് ചെയ്യുന്നത്, ഈ സസ്യത്തെ ചീഞ്ഞു പോകാതെ സംരക്ഷിക്കുന്നത്. നിങ്ങൾ താമരേൻ്റെ ആമ്പലിൻ്റെ ഇലയിൽ വെള്ളം ഒഴിച്ച് നോക്കിയിട്ടുണ്ടോ? അതിങ്ങനെ പിടിക്കില്ല അല്ലേ, അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ചീഞ്ഞു പോകാതെ സംരക്ഷിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ മണ്ണിൽ ഉറച്ചിരിക്കുന്ന ശക്തമായ വേരുകളാണ് എന്ത് ചെയ്യുന്നത്, ഒഴുക്കിനെതിരെ പ്രതിരോധം തീർക്കുന്നത്. അതാണല്ലോ അത്. അല്ലെങ്കിൽ പറഞ്ഞു പോവില്ലേ, വെള്ളം ഒഴുകുമ്പോൾ ഇത് പറഞ്ഞു പോവില്ലല്ലോ, അങ്ങനെ തന്നെ നിൽക്കില്ലേ ആ ജലത്തിലുള്ള സസ്യങ്ങൾ. ഇനി അതുപോലെ തന്നെ പൊള്ളയായതും ഭാരം കുറഞ്ഞതും നല്ല വഴക്കമുള്ളതുമായിട്ടുള്ള കാണ്ടായിരിക്കും. ഇത് ഒഴുകുന്ന വെള്ളത്തിൻ്റെ ദിശയിലേക്കാണ് വളയുക. അതുകൊണ്ട് എന്ത് ചെയ്യും, സസ്യത്തെ വേരറ്റു പോകാതെ എന്ത് ചെയ്യും, സംരക്ഷിക്കും. ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ജലസസ്യങ്ങളുടെ അനുകൂലനങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങളതൊന്നും കൂടി വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക, പോസ് ചെയ്തിട്ടൊന്നും കൂടി കാണുക. അപ്പോൾ എന്ത് ചെയ്യും, കൂട്ടുകാർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇനി എന്ത് ചെയ്യും, ഇനി അടുത്ത ചാപ്റ്ററിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, LSSന് വേണ്ടി പഠിക്കുക. LSSൻ്റെ പരീക്ഷ വരെ എന്ത് ചെയ്യും, വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടും. എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. ഇനിയും എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണ്ടത്, ഏത് ടോപ്പിക്കിലാണ് വേണ്ടത് എന്നൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.